നാളെ തിയേറ്ററിലെത്തുന്ന ഡൊമിനിക് എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രത്തിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ തിയേറ്റർ റിലീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നും ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പില്ലാതെ തിയേറ്ററിലെത്തുന്ന മമ്മൂക്ക മൂവി ആയിട്ടും ഡൊമിനിക്കിന് വലിയ നേട്ടങ്ങൾ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചെന്നൈയിൽ ഈ ഒരു സിനിമയ്ക്ക് മാത്രം 43 ഷോകളാണ് ആദ്യ ദിവസം ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ ആദ്യ ദിവസം 85 ഷോകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്തിലും നല്ല രീതിയിലുള്ള തിയേറ്റർ കൗണ്ട് എല്ലാം സിനിമയ്ക്കുണ്ട്. മമ്മൂക്കയുടെ തന്നെ മുന്നേ റിലീസായ ടർബോ, ബ്രഹ്മയുഗം എന്നീ സിനിമകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന സിനിമയായിട്ട് ഡൊമിനിക് മാറിയിട്ടുണ്ട്. ലോ ഹൈപ്പിലും നല്ലൊരു റെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസ് തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഡൊമിനിക് മൂവിക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെങ്കിൽ മറ്റൊരു ചരിത്രത്തിലേക്ക് ചേക്കേറാൻ മമ്മൂക്കയ്ക്ക് സാധിക്കും. മമ്മൂക്കയുടെ അവസാനം തിയേറ്ററിലെത്തിയ 2 സിനിമകളാണല്ലോ, ഒന്ന് ബ്രഹ്മയുഗവും മറ്റൊന്ന് ടർബോവും. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ് നിന്നും 58 കോടിയോളം രൂപ നേടാൻ സാധിച്ചു തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം. അതോടൊപ്പം തന്നെ ടർബോ എന്ന് പറയുന്ന ചിത്രത്തിന് 73 കോടിയോളം രൂപ വേൾഡ് വൈഡ് നിന്ന് നേടാൻ സാധിച്ചു. അവസാനം തിയേറ്ററിലെത്തിയ 2 മമ്മൂക്ക സിനിമകളും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ഈ ഒരു ചിത്രം കൂടെ 50 CRൽ എത്തപ്പെടാൻ സാധിച്ചാൽ അതൊരു ഹാട്രിക്കാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ. അങ്ങനെ തുടർച്ചയായിട്ട് ഹാട്രിക്ക് 50 CRൽ ഇടം നേടിയ നായകനില്ല. ബ്രഹ്മയുഗം, കണ്ണൂർ സ്ക്വാഡ് പോലെയൊക്കെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നേടാൻ സാധിച്ചാൽ ഈസി ആയിട്ട് ഡൊമിനിക്കിന് ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിയുടെ കളക്ഷൻ നേടാൻ സാധിക്കും. ഇന്നലെയും ഇന്നൊക്കെയായിട്ട് ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചിത്രത്തിന്റെ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു. ഇനി മോഹൻലാലിനോടൊപ്പം ഒരു സിനിമ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ മമ്മൂക്കയോടൊപ്പം ഒരു 10 സിനിമ ഞാൻ ചെയ്യുമെന്നാണ് ഗൗതം വാസുദേവ് മേനോൻ വാചാലനായി സംസാരിച്ചിരിക്കുന്നത്. താൻ ചെയ്ത സിനിമകളിൽ ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടർ തനിക്ക് സ്പെഷ്യൽ ആണെന്നും ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഇനിയും ഒട്ടനവധി സിനിമകൾ ചെയ്യാനുള്ള ആലോചന ഈ ഒരു സിനിമ വിജയിച്ചാൽ ഉണ്ടെന്നും കൂടെ ഗൗതം വാസുദേവ് മേനോൻ കൂട്ടിച്ചേർത്തു. GVMന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് സിനിമയിൽ പ്രതീക്ഷയുണ്ടെങ്കിലും സിനിമയുടെ കപ്പിത്താനാണ് GVM. അതുകൊണ്ട് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ. നമുക്കറിയാനുള്ളത് ആദ്യ ഷോ കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്, അവിടെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട്, അതാണ് ഇനി വേണ്ടത്. നാളെ ഈ ഒരു സിനിമയ്ക്ക് ആരൊക്കെ പോകുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.